എല്ലാവർക്കും നമസ്കാരം. വളരെ ശാന്തമായിട്ടുള്ള മനസ്സോടെ നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പ്രായമായിട്ടുള്ളൊരു അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. ആ ഹോസ്പിറ്റലിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പം അച്ഛൻ്റെ ഒരു മകളും മകൻ്റെ ഭാര്യയാണുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടുന്ന് അച്ഛനായിട്ട് സംസാരിച്ച് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ആ മക്കള് അവര് അച്ഛനായിട്ടുള്ള അച്ഛനെ പരിചരിക്കുന്ന ആ ഒരു രീതി കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങാൻ തോന്നിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് മകൾ ഇരിക്കുന്നത്. അച്ഛനെ കൈയും കാലും ഒക്കെ തൊട്ട് നോക്കുന്നുണ്ട്, ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ വളരെ എന്താണ്, അത്രയും സ്നേഹത്തോടെ അച്ഛനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു. ടയേർഡാണ്, പക്ഷേ ഇവരുടെ ആ ഒരു പരിചരിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് പോയ ഞാനൊരു 2-2.5 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു പരിചരണം, ആ ഒരു രീതിയും കണ്ടപ്പോൾ മനസ്സിൽ വലിയ സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയും മക്കളുണ്ട് എന്നുള്ളത് നമുക്ക് നിങ്ങൾ പലരും അങ്ങനെയായിരിക്കും, ഒരു സംശയമില്ല. പക്ഷേ എങ്കിലും ഉണ്ടാവും അങ്ങനെയല്ലാത്ത വളരെ ക്രൂരമായിട്ട് അച്ഛനോടും അമ്മയോടും ഒക്കെ പെരുമാറുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പാടില്ല എന്നുള്ളത് തന്നെയാണ്. പ്രായമാവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും പ്രായമാകുമ്പോൾ നമ്മൾ കുറച്ച് നമ്മളുടെ മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ ചില ഘട്ടങ്ങളിൽ പ്രകടിപ്പിച്ചേ മതിയാവുള്ളൂ. അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട. നിങ്ങളുടെ മനസ്സ് ക്രൂരമായ മനസ്സിൽ നിന്ന് തിരിച്ച് നല്ല ചിന്താഗതിയുള്ള മനസ്സിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. ക്രൂരമായിട്ട് ഉള്ള ആളുകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമായ ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷേ അവരും ആ രീതിയിൽ ചിന്തിക്കുക. പ്രായമായവർ കിടക്കുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ നമ്മുടെ ഡയറക്റ്റായിട്ടുള്ള ബന്ധമുള്ള ആളായിരിക്കില്ല. പക്ഷേ എങ്കിലും നമ്മൾ അനുകമ്പ എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, അത് പ്രവൃത്തിയിലൂടെ നമ്മൾ കാണിക്കേണ്ട ചില അവസരങ്ങളുണ്ട്. വളരെ പുച്ഛത്തോടൊക്കെ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, ഒരു പ്രായമായ ഒരാളെ 2 പേര് ചേർന്ന് അടിക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അവർ ചെറിയ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഇവരോട് ചെയ്തിട്ടുണ്ടാവും. എങ്കിലും നമുക്ക് ക്ഷമിക്കാൻ നമ്മൾ എപ്പോൾ പഠിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ സമയത്ത് നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് അർത്ഥം. നമ്മൾ ക്ഷമിക്കാനുള്ള കഴിവ് ദൈവികമാണ്. അതല്ലേ ഏറ്റവും ദൈവികമായിട്ടുള്ളൊരു കഴിവാണ് ക്ഷമിക്കാൻ പറ്റുക എന്നുള്ളത്. അതിലേക്ക് നിങ്ങൾ എത്ര ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് ഈ സന്ധ്യയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങളോടായിട്ട് പങ്കുവയ്ക്കണം തോന്നി. ആർക്കെങ്കിലും ചിന്തകളിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ അത് അത്രയും സന്തോഷമുള്ള കാര്യമല്ലേ. ഹരേ കൃഷ്ണ. കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് മുകളിലെ ലിങ്ക് വഴി വാങ്ങാം. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരേണ്ടവർക്ക് നമ്പർ വഴി ജോയിൻ ബട്ടണിലൂടെ വരികയും ചെയ്യാം. ഹരേ കൃഷ്ണ.